ഭയഭക്തി ബഹുമാനം ബബ്ബ എന്ന ചിത്രത്തിൻ്റെ ആ ഒരു ഗോഡ് മോഡ് ട്രെയിലർ ഇപ്പോൾ ചിത്രത്തിലെ ടീം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ് അഴിഞ്ഞാട്ടം. ഏട്ടൻ്റെയും അണ്ണൻ്റെയും ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ബബ്ബ ചിത്രമെന്ന് കംപ്ലീറ്റ്ലി ഈ ഒരു ട്രെയിലർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു ടീസറിലും ഗ്ലിംസും തന്നെ ഇപ്പോൾ പുറത്തിറക്കി അതിൻ്റെ അടുത്ത് ഇനി ട്രെയിലറും ആകുമ്പോൾ ഏകദേശം ചിത്രത്തിൻ്റെ കഥ മൊത്തത്തിൽ സ്പോയിലർ ആകുമോ എന്നൊന്നും. പക്ഷേ ടീസറായാലും ഗ്ലിംസ് ആയാലും നിങ്ങൾ ഈ ട്രെയിലർ വെച്ചായാലും നോക്കിക്കോ, എങ്ങനെയായാലും നിങ്ങൾ കഥ പ്രൊഡിക്റ്റ് ചെയ്തോ എന്നുള്ള രീതിയിലുള്ളൊരു ട്രെയിലർ കട്ട് തന്നെ ആയിപ്പോയി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. കാരണം അങ്ങനെ എന്താണോ ഈ ഒരു ചിത്രത്തിലെ ടീം പറഞ്ഞിട്ടുള്ളത് അത് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. നോ ലോജിക് ഒൺലി മാഡ്നസ് എന്ന്. കാരണം പുള്ളിയുടെ കുറേ ഫൈറ്റ് കാണുന്നുണ്ട്, സ്വാഗ് കാണുന്നുണ്ട്, കുറേ പഞ്ച് ഡയലോഗ് കാണുന്നുണ്ട്, അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ മാസ് പരിപാടിയും കുറേ ഭ്രാന്ത് പരിപാടി, ആ ഒരു ടൈപ്പുള്ള ട്രെയിലർ ചിത്രത്തിലെ ടീമും പുറത്ത് വിട്ടു. ഇതൊക്കെ പോയി ഈ ഒരു മോഡി പൊക്കോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ്റെ ഒരു എൻട്രിയും കൂടെ. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന് ലാലേട്ടൻ നേരത്തെ പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്ന ഒരു ട്രെയിലറിലെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആയാലും മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പരിപാടിയൊക്കെ തന്നെ കാണിച്ചു പോയിട്ടുണ്ടല്ലോ. വമ്പൻ ഹൈ സംഭവങ്ങളൊക്കെ തന്നെയാണ് ചിത്രത്തിലെ ടീം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലെ ദിലീപേട്ടൻ്റെ പല പല ഷോട്ടുകളൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗൺ ഷോട്ട് ഉണ്ട്, കൂടാതെ തന്നെ പുള്ളിയുടെ കുറേ പോലീസുകാരൊക്കെ ഇടിക്കുന്ന ഫൈറ്റ് ഉണ്ട്, കുറേ ചേസിങ് സീക്വൻസ്, അങ്ങനെ മൊത്തത്തിൽ പുള്ളിയുടെ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ ഷോ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൺഫേം ആണ്. ഒപ്പം വിനീത് ശ്രീനിവാസൻ ആ ഒരു ഭ്രാന്തിൻ്റെ കൂട്ടത്തിൽ ഒപ്പം പുള്ളി ഒരു ഭ്രാന്തനായ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി എത്തുന്ന ഒരു ട്രെയിലർ. ഈ ഒരു ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസന്റെ പ്രസൻസ് ഏകദേശം ഒരു ടീസറിൽ കണ്ട, ഗ്ലിംസിലൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു, പക്ഷേ ടീസറിൽ കണ്ട അതേ ഒരു കുറച്ച് ഷോട്ടുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ട്രെയിലറിലും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ധ്യാൻ ശ്രീനിവാസിന് ഒരുപാടുള്ള സ്ക്രീൻ പ്രസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സീൻസ് ഒക്കെ മാറ്റി വെച്ചേക്കുവാണോ ഒന്നും അറിയില്ല. എന്തായാലും പുള്ളിനെ കുറച്ചൊക്കെ ആയിട്ട് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ചിത്രത്തിലെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ഒരു ബാക്ക് ഷോട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കാണിച്ച് മിന്നി മറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ ഏകദേശം സംഭവങ്ങളൊക്കെ പുള്ളിയുടെ 2-3 ഷോട്ടുകളൊക്കെ തന്നെ ആയാലും ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. ആദ്യമൊന്നും എനിക്ക് എത്ര ഇത് തോന്നിയില്ലെങ്കിലും ബട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി സീൻസൊക്കെ വന്നപ്പോൾ നല്ല തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലേട്ടൻ ദിലീപേട്ടൻ ഈ ഒരു കോമ്പോയുടെ ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഈ ഒരു ട്രെയിലർ വന്നപ്പോഴാണ് ഹൈപ്പ് കയറിയത്. അതിന് എക്സ്പെഷ്യലി ലാലേട്ടൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്ട്രീം ലെവലിലോട്ട് ഹൈപ്പ് കയറ്റാനും മറ്റൊരു കാരണം തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലുക്കും കാര്യങ്ങളൊക്കെ പുറത്തു വിടാതിരിക്കാം, പക്ഷേ എല്ലാവരും മിക്കവരും നേരത്തെ തന്നെ ലുക്ക് കാര്യങ്ങൾ കണ്ടു. പിന്നെ ഈ ഒരു ചിത്രത്തിലും അത്ര വലിയ ഡിഫറൻസ് വരാനൊന്നും പോകുന്നില്ല. പക്ഷേ പലവരും എക്സ്പെക്ട് ചെയ്യും വലിയ ഡിഫറൻസും വന്നു, മാരക ഐറ്റം വല്ലതും ആണോ എന്നുള്ള ആ രീതിയിൽ എക്സ്പെക്ടേഷനിലൂടെ വന്ന അത് കുറച്ച് ചിത്രത്തിന് പണിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴേ കാണിച്ചു ഈ ഒരു രീതിയിലാണ്, നിങ്ങൾ ഈ ഒരു രീതി എക്സ്പെക്ട് ചെയ്ത് വന്നാൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള നേരത്തെ തന്നെ ഒരു സൂചന തന്നിട്ടുണ്ട്. പിന്നെ ഞെട്ടിയ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം നമുക്ക് CID മൂസ ചിത്രത്തിലെ കാറൊക്കെ തന്നെ റെഫറൻസ് ആയി കാണിക്കുന്നുണ്ട്. അത് ദിലീപേട്ടൻ അതിൻ്റെ അടുക്ക് എത്തുന്നതും പിന്നീട് ആ ഒരു കാറിനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ വണ്ടികളുടെ എന്തൊക്കെയോ റെഫറൻസ് ജിപ്സിയുടെ കാണിച്ചത് പിന്നെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല CID മൂസ ചിത്രത്തിലെ കാറൊക്കെ റെഫറൻസ് ആയിട്ട് ഇത് കൊണ്ടുവരുമെന്ന്. എന്തൊക്കെയോ ഹൈ ആയിട്ടാണ് ചിത്രത്തിൻ്റെ ടീം പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറേ ഷോട്ടുകളൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ വമ്പൻ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ഈ ടീസർ വന്നാലും ഗ്ലിംസ് വന്നാലും നമുക്ക് മിക്ക സിനിമയിൽ നിന്നും എന്തൊക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നോ ലോജിക് എന്നുള്ള ഒറ്റ ടാഗ് ലൈനോട് കൂടി തന്നെ ഈ ഒരു ചിത്രം നമുക്ക് മൊത്തത്തിൽ എന്തോ നമുക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. പലവരും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ട് പോകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. നമ്മളെ എക്സ്പെക്ട് ചെയ്യാത്ത കഥയായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ലാസ്റ്റ് പറയും ഈ ഒരു ക്ലീഷേ കഥയാണോ എന്നൊക്കെ തന്നെ. എത്ര ക്ലീഷേ സ്റ്റോറി ആണെങ്കിൽ പോലും അതിൻ്റെ മേക്കിംഗ് സ്റ്റൈലും അതിൻ്റെ ആ ഒരു ഇപ്പോൾ 2.5 മണിക്കൂർ ആണെങ്കിൽ ആ ഒരു 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയ ഏതൊരു ക്ലീഷേ സ്റ്റോറിനും ഹൈ ലെവലിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനിപ്പോൾ രജനീകാന്തിൻ്റെ സിനിമകൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. പേട്ട സിനിമ ക്ലീഷേ സ്റ്റോറിയാണ്, ബട്ട് മേക്കിംഗ് വേസ് ഗ്രേഡിങ്, അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സിനിമയെ തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ജയിലർ, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പറയും രജനീകാന്ത് സിനിമകളാണോ ഇത്രയും പറഞ്ഞിട്ട്. ഇപ്പോൾ തുടരും സിനിമ ഇപ്പോൾ ക്ലീഷേ സ്റ്റോറി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ബട്ട് ആ ഒരു പെർഫോമൻസ് മേക്കിംഗ്, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെ കൊണ്ടുപോകുന്ന ആ ത്രില്ലിങ്ങും ക്യൂരിയോസിറ്റിയും അതൊക്കെ തന്നെയാണ് ആ ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. ആ ചിത്രമായിട്ടൊന്നും ഞാൻ ഈ ഒരു ചിത്രത്തെ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ട്രെയിലർ വേണമായിരുന്നു എന്ന് എനിക്ക് ആദ്യം ഭയങ്കര ഡൗട്ടുണ്ട്. കാരണം ട്രെയിലർ വേണ്ട, കാരണം ഇത്രയും തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇനിയും കൂടുതൽ സ്പോയിലർ ആകണ്ട, അങ്ങനെയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ. ലാലേട്ടൻ ലുക്കേ പുറത്ത് വരാതെ ആ തിയേറ്ററിൽ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു കാണുമ്പോൾ ഉള്ളൊരു ഗൂസ് ബോംസ് ഒക്കെ തന്നെ നമുക്ക് നേരത്തെ പോകണ്ടല്ലോ എന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ഇറങ്ങി നന്നായത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കി ഈ ഒരു ട്രെയിലർ ഈ രീതിയിൽ ഇറക്കി നന്നായെന്ന് തോന്നിയിട്ടുള്ളത്. കാരണം
ടീസറും ഗ്ലിംസും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വേറൊരു എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ബേസ് ആണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ മൊത്തം പറയുന്ന ഒരു വീഡിയോയിൽ. അത് എനിക്ക് ടീസർ വൈസ് കണ്ടപ്പോൾ ഒരു സിനിമയും ഇതിൽ കണ്ടപ്പോൾ വേറൊരു സിനിമ ആ ഒരു മോഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ചില മൊമെന്റിലൊക്കെ. കാരണം നിങ്ങൾ ആ ഒരു ടീസർ കണ്ട ആദ്യത്തെ ടീസർ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പതുക്കെ പോയി എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര കോമഡി പരിപാടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് പല സീനിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പോലീസുകാരൊക്കെ അടിക്കുന്നതൊക്കെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ മാസാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് സീരിയസ് പരിപാടിയാണെന്ന് പറഞ്ഞ് നമുക്ക് ആ ജിപ്സിയൊക്കെ അവിടെ ഇട്ട് കറക്കുന്ന ആ ഒരു ഷോട്ടൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ അവിടെ കൂട്ടത്തിൽ സാൻഡി മാസ്റ്ററും ആ ഒരു ഷോട്ടിലുണ്ട്. പുള്ളി കുറച്ച് കോമഡി പരിപാടി ആയിരിക്കും, ചെറിയൊരു റോളിൽ വന്നു പോകുമെന്നൊക്കെ പ്രത്യേകിച്ച് പുള്ളി പോലീസാണ്. ലോകയിലൊക്കെ നമ്മൾ പോലീസായി കണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആ ലോകയിൽ അതേ പോലീസ് തന്നെ ഇതിൽ വന്ന് ആ ഒരു പെർഫോമൻസ് കാണുമെന്നൊന്നും പറയുന്നില്ല. ബട്ട് എന്തൊക്കെയൊക്കെയോ ദിലീപും എന്ന് പറഞ്ഞാൽ പോലീസുകാരും ദിലീപുമായിട്ട് എന്തൊക്കെയോ ഒരു ഈഗോ ക്ലാഷ് എന്ന രീതിയിലായിരിക്കും മിക്കവാറും കഥയായിട്ട് കൊണ്ടുപോകുന്ന ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനിടയ്ക്ക് ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കുമായിരുന്നു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആയിട്ടായിരിക്കും പറയുക. ഏകദേശം കണ്ടിട്ട് 2 ലുക്കായിട്ടാണ് ദിലീപേട്ടൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്കിനും അല്ലാതെ 2 ലുക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഹൈപ്പിനെക്കാട്ടിലും ഇരട്ടി ഹൈപ്പ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വരെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലവരും തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലാലേട്ടൻ്റെ ഒക്കെ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചതെന്ന്. എനിക്ക് ചില സീനൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ബട്ട് നമ്മളൊരു ട്രെയിലറിലെ 2-3 സീൻ കണ്ടിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം സിനിമ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് രീതിയിലായിരിക്കും ഈ ഒരു ചിത്രത്തെ കൺസീവ് ചെയ്തിട്ടുണ്ടാകുക എന്ന്. ചില സീനിലൊക്കെ ഭയങ്കര ഗൺ ഷോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ദിലീപേട്ടൻ ഒറ്റയ്ക്ക് വയ്ക്കുകയും കുറേ വലിയൊരു പവറായിട്ടുള്ള ആർമി പോലത്തെ ആൾക്കാരൊക്കെ വരുന്നതും വിനീത് ശ്രീനിവാസനൊക്കെ ഭയങ്കര രീതി അറ്റാക്ക് ചെയ്യാൻ വരുന്നതൊക്കെ ആയിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വൻ ഹൈ സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കുമ്പോൾ ഈ ഒരു ട്രെയിലർ വഴി തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഈ രീതിയിലാണ്. അതുകൊണ്ട് ലോജിക്ക് വൈസ് ഒന്നും നമ്മൾ നോക്കി പോകരുതേ എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യം ഇവർ നേരത്തെ പറഞ്ഞു. എനിക്ക് ഈ ഒരു കാര്യത്തെ അവർ കൂടുതലായിട്ടും എടുത്തു പറയാൻ തുടങ്ങിയത് ലാലേട്ടൻ ആ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പേ വരെ വെൽക്കം ടു അവർ മാഡ്നസ് എന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ അതങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. ചുമ്മാ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞതാണെന്നാണ്. പക്ഷെ ലാലേട്ടൻ ഇൻ്റർവ്യൂ വന്നപ്പോൾ പറഞ്ഞു നോ ലോജിക്ക് വൈസ് നിങ്ങൾ ഈ ഒരു ചിത്രത്തെ കണക്കാക്കുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചിത്രം കാണാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പിന്നീട് ചിത്രത്തിലെ ടീം ഒരു പോസ്റ്റർ വഴി തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് നോ ലോജിക് എന്നുള്ളത്. അതിലൂടെ തന്നെ എല്ലാവരും തന്നെ ഈ ഒരു ചിത്രത്തിനോടുള്ള എക്സ്പെക്ടേഷൻ ആ രീതിയിൽ കീപ്പ് ചെയ്ത് പക്ക ഒരു എന്റർടൈൻമെന്റ് മോഡിൽ മാത്രമായിരിക്കും ഈ ഒരു ചിത്രത്തെ കണക്കാക്കുക എന്നൊക്കെ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അജിത്തിനൊക്കെ ഗുഡ് ബാഡ് അഗ്ലി പോലുള്ള ഒരു ചിത്രമൊക്കെ ഉണ്ട് പക്ക എന്റർടൈൻമെന്റ് നോ ലോജിക് എന്ന രീതിയിൽ. അതുപോലത്തെ ഒരു ദിലീപേട്ട ചിത്രം തന്നെയായിരിക്കും പുള്ളിയുടെ. ഞാൻ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പണ്ടത്തെ ആ ഒരു എനർജറ്റിക് മോഡുള്ള പക്ക ഒരു ക്ലീൻ എന്റർടൈനർ മാത്രമാണ്. അതിൽ ലോജിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് ഈ ഒരു സിനിമ തീരുന്നിടം വരെ ഇരുത്താൻ സാധിക്കുകയാണെങ്കിൽ ഒപ്പം ലാലേട്ടന്റെ ആ ഒരു എൻട്രിയോടും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസോടും കൂടി തന്നെ ഈ ഒരു ചിത്രത്തെ കുറച്ച് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇത്രയും മാത്രം മതി ഈ ഒരു ചിത്രത്തെ മൊത്തം ഒരു വലിയൊരു വിജയത്തിൽ തന്നെ കൊണ്ടുപോകാൻ. ഈ ഒരു ചിത്രത്തിന്റെ ഏത് ടീസറിൽ നിന്ന് വരുന്ന ഏത് ഷോട്ട് ആയാലും സീൻസ് ആയാലും എനിക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻ്റ്ലി ഒരു കളർ ഗ്രേഡിങ് തന്നെ ആയിരിക്കും ഈ ഒരു ചിത്രത്തിന് യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ തന്നെ ഓരോ ഷോട്ടുകളൊക്കെ ബേസ് ആയാലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ആണ് ഈ ഒരു ചിത്രത്തിൽ കൂടി വരുന്നത്. ഒരുപക്ഷെ ദിലീപേട്ടന് ഇത്ര നാൾ കാണാത്ത ഒരു എനർജറ്റിക് പെർഫോമൻസ്. കാരണം ബാക്കിയുള്ള സിനിമകളൊക്കെ പുള്ളിയുടെ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത് പുള്ളി ട്രൈ ചെയ്യുകയാണ് എനിക്ക് എനർജി ഉണ്ട് അല്ലെങ്കിൽ എനർജറ്റിക് പെർഫോമൻസ് ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. ബട്ട് ഇതിൽ അങ്ങനല്ല. പുള്ളിയുടെ ഓരോ ഷോട്ട് വരുമ്പോഴായാലും പുള്ളിയുടെ ഓരോ സ്ക്രീൻ പ്രസൻസിലും പുള്ളിക്ക് ഒരു എനർജി ഉണ്ടാകും. അല്ലെങ്കിൽ പുള്ളി വന്ന് നിൽക്കുമ്പോഴേ ഒരു എനർജി ആണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സീൻസ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിലായാലും മൊത്തം കണ്ടിട്ടുള്ളത്. ധനജയ് ശങ്കർ എന്ന പുതുമുഖ സംവിധായകൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിനെ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ്. ഒപ്പം ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും ഒക്കെ തന്നെ ആയാലും ഒരു അഴിഞ്ഞാട്ടവും മൊത്തം ഈ ഒരു ചിത്രത്തിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹ്യൂജ് ഹിറ്റിന് സാധ്യതയുള്ളതും ഏറ്റവും വലിയൊരു ചാൻസ് ഉള്ളതുമായിട്ടാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റോ അല്ലെങ്കിൽ വലിയൊരു വിജയമാകുമെന്നൊക്കെ തന്നെയുള്ള എക്സ്പെക്ടേഷൻ ഇപ്പോഴും വീണ്ടും കൂടിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക.